ഓം ശ്രീ ആഞ്ജനേയ നമ. MS V4 ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത് ഇപ്പം 2025 കർക്കിടക മാസം 1200 ആണ്ട് കർക്കിടക മാസം. ഈ കർക്കിടക മാസത്തില് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ലഭിക്കുന്ന 6 നക്ഷത്രക്കാർ, കവടി പ്രശ്നത്തിലൂടെ കണ്ടെത്തിയ 6 നക്ഷത്രക്കാർ, അതുപോലെ തന്നെ ആദിത്യ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്ന 3 നക്ഷത്രക്കാർ, ഇവരെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത്. അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, MS V4 ആസ്ട്രോ റിസർച്ച് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം കവടി പ്രശ്നത്തിലൂടെ പേഴ്സണലി നിങ്ങൾക്ക് അങ്ങനെ അപ്പോയിന്റ്മെന്റ്സ് കാര്യങ്ങൾ വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ വിളിച്ചോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചോ ബുക്ക് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ആദിത്യപരമായിട്ടുള്ള അതുപോലെ ശിവഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്ന 3 നക്ഷത്രക്കാരെ നമുക്ക് നോക്കാം. ഈ 3 നക്ഷത്രക്കാർ പുണർദം, പൂയം, ആയില്യം നക്ഷത്രം. ഈ 3 നക്ഷത്രക്കാർക്ക് ആദിത്യ ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമാണ് കർക്കിടക മാസം. അപ്പം അതുകൊണ്ട് തന്നെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറുന്നതാണ്. ഇതിൽ ആയില്യം നക്ഷത്രക്കാർക്ക് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം കൂടി ലഭിക്കുന്നതാണ്. അപ്പം ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറുന്നു പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ മുതൽക്കൂട്ടായിട്ടുള്ള നല്ലൊരു മാസമാണ് 2025 കർക്കിടക മാസം. വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. ഇതില് പുണർദം, പൂയം നക്ഷത്രക്കാർക്ക് ചെറിയ രീതിയിലുള്ള ആരോഗ്യ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. അപ്പം ചെറിയ രീതിയിലുള്ള ബാഹ്യപരമായിട്ടുള്ള നയന സംബന്ധമായിട്ടുള്ള പ്രശ്നം, ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും പ്രത്യേകം കാണിക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഒന്ന് ശ്രദ്ധിക്കുക, പുറത്തു നിന്നുള്ള ആഹാരം ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തത് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ലഭിക്കുന്ന 6 നക്ഷത്രക്കാർ കവടി പ്രശ്നത്തിലൂടെ ഞാൻ നോക്കിയപ്പോൾ, കവടി പ്രശ്നം വെച്ചപ്പോൾ 6 നക്ഷത്രക്കാർ, 6 നാളുകാർ. ഈ 6 നാളുകാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതില് ആദ്യത്തെ നക്ഷത്രം മകയിരം നക്ഷത്രമാണ്. മകയിരം നക്ഷത്രക്കാർക്ക് ശനി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം ഈ ഒരു കർക്കിടക മാസത്തിൽ മാറി നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ രാഹു സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറുന്നു. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ മുതൽക്കൂട്ടായിട്ടുള്ള നല്ലൊരു സമയമാണ് കർക്കിടക മാസം. അതുപോലെ തന്നെ സഹോദരങ്ങൾക്ക് വളരെ നല്ല സമയമാണ്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഈ മകയിരം നക്ഷത്രക്കാരുടെ സഹോദരങ്ങൾക്ക് വളരെ നല്ല സമയമാണ്. അതുപോലെ ഹയർ സ്റ്റഡീസിന് പുറത്തേക്ക് പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള നല്ല സമയമാണ്. ദാമ്പത്യപരമായിട്ടും നല്ല സമയമാണ്. ഭാഗ്യപരമായിട്ടും നല്ല സമയമാണ്. ശത്രു സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മകയിരം നക്ഷത്രക്കാർക്ക് മാറി നിൽക്കുന്നതാണ്. അടുത്ത നക്ഷത്രം, ഹനുമാൻ സ്വാമി കടാക്ഷം കിട്ടുന്ന അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് ഈ ഒരു കർക്കിടക മാസം എങ്ങനെയൊക്കെയാണ് ഫേവറബിൾ ആകുന്നത് നമുക്ക് നോക്കാം. മകം നക്ഷത്രക്കാർക്ക് കുടുംബ സംബന്ധമായിട്ടുള്ള വളരെ ശാന്തിയും സമാധാനവും ഐശ്വര്യമുള്ള ഒരു മാസമാണ് കർക്കിടക മാസം, 2025 കർക്കിടക മാസം. അതുപോലെ തന്നെ കളത്രപരമായിട്ടുള്ള കുടുംബ സംബന്ധമായിട്ട്, അതായത് ഭാര്യ ഭർത്തൃ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള വഴക്കുകളൊന്നും ഉണ്ടാവാതെ വളരെ നല്ല ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമായിരിക്കും കർക്കിടക മാസം മകം നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ വിവാഹം ആലോചിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാസമായിട്ടാണ് മകം നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. കുടുംബത്തെ ശാന്തിയും സമാധാന ഐശ്വര്യം നിലനിൽക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ മുതൽക്കൂട്ടായിട്ടുള്ള നല്ല ഒരു മാസമായിരിക്കും കർക്കിടക മാസം മകം നക്ഷത്രക്കാർക്ക്. അടുത്തത് ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ആദിത്യ സംബന്ധമായിട്ടുള്ള അതുപോലെ തന്നെ ശിവ ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമാണ് ആയില്യം നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ ആയില്യം നക്ഷത്രക്കാർക്ക് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹവും നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമാണ് കർക്കിടക മാസം. അപ്പം ആയില്യം നക്ഷത്രക്കാർക്ക് മഹാലക്ഷ്മി ചൈതന്യം കൂടി നിറഞ്ഞു നിൽക്കുന്നു. മഹാലക്ഷ്മി അഷ്ടകം കൂടി ദിവസവും ജപിക്കുക. 3 തവണ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുക. അതുപോലെ തന്നെ ഹനുമാൻ ചാലിസ ദിവസവും ജപിക്കുക. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറുന്നു. അതിനോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. അതുപോലെ ജോലിയിൽ നിലവിൽ ട്രാൻസ്ഫർ റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെയുള്ള റിക്വസ്റ്റ് ഒക്കെ കൊടുത്തവർക്ക് അത് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്ന വളരെ നല്ലൊരു മാസമാണ് ആയില്യക്കാർക്ക് ഈ ഒരു കർക്കിടക മാസം. അതുപോലെ തന്നെ കുടുംബത്ത് നല്ല രീതിയിലുള്ള ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കുന്നതാണ്.
ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആയില്യം നക്ഷത്രക്കാർക്ക് വളരെ നല്ല ഒരു മാസം ആണ് കർക്കിടക മാസം. അവർക്ക് അതുപോലെ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ അല്ലെങ്കിൽ ബിസിനസ് എക്സ്പാൻഷൻ ഒക്കെ ട്രൈ ചെയ്യുന്നവർക്കും വളരെ നല്ല സമയമാണ്. അതുപോലെ ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും വളരെ നല്ല സമയമാണ്. അടുത്തത് 4ാമത്തെ നക്ഷത്രം, ഹനുമാൻ സ്വാമി കടാക്ഷം ലഭിക്കുന്ന 4ാമത്തെ നക്ഷത്രമാണ് പൂരുരുട്ടാതി നക്ഷത്രം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് വാഹനമെടുക്കാൻ ഒക്കെ നല്ല ഒരു യോഗമുള്ള ഒരു മാസമാണ് ഈ 2025 കർക്കിടക മാസം. പൂർണ്ണമായിട്ടുള്ള ഹനുമാൻ സ്വാമി കടാക്ഷം ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ക്ഷേത്ര ദർശനത്തിനുള്ള ഭാഗ്യങ്ങളൊക്കെ കിട്ടുന്നു. അതുപോലെ തന്നെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറുന്നു. അതിനോടൊപ്പം തന്നെ പണം കുടിശ്ശികയായിട്ടൊക്കെ അങ്ങനെയൊക്കെ എന്തെങ്കിലും കിട്ടാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സോൾവ് ആയി കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ധനപരമായിട്ട് വളരെ നല്ല ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക്. അപ്പം മഹാലക്ഷ്മി അഷ്ടകം ദിവസവും ജപിക്കുക, അതുപോലെ തന്നെ ഹനുമാൻ ചാലിസ ദിവസവും ജപിക്കുക. പറ്റുമെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക, അവയിൽ നിവേദ്യം സമർപ്പിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അടുത്തതായി ഉത്രാടം നക്ഷത്രം. ഉത്രാടം നക്ഷത്രക്കാർക്ക് ഭാഗ്യപരമായിട്ട് വളരെ നല്ല സമയമാണ്. പ്രത്യേകിച്ച് വിവാഹം ആലോചിക്കുന്നവർക്കും അതുപോലെ ജോലി സംബന്ധമായിട്ടും വളരെ നല്ല സമയമാണ്. അതുപോലെ ജോലിയിൽ നിലവിലുള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. അപ്പം കുടുംബത്ത് നല്ല രീതിയിലുള്ള ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കുന്നതാണ്. ധനപരമായിട്ട് വളരെ ലാഭം കിട്ടുന്ന നല്ലൊരു മാസമാണ് ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ 2025 കർക്കിടക മാസം. അതുപോലെ തന്നെ പണമിടപാടുകൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു മാസം കൂടിയായിരിക്കും. അതുപോലെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറുന്നതാണ്. കുടുംബത്ത് നല്ല രീതിയിലുള്ള ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. അതുപോലെ ഉത്രാട നക്ഷത്രക്കാർക്ക് വീട് പണിയാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. നല്ല രീതിയിലുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കും. അപ്പം കുടുംബദേവി ക്ഷേത്രം ദർശനം നടത്തുക, അതുപോലെ വിഘ്നേശ്വര പ്രീതി കൂടി നേടേണ്ട അത്യാവശ്യമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും വളരെ നല്ല സമയമാണ്. അടുത്തത് ഹനുമാൻ സ്വാമിയുടെ കടാക്ഷം കിട്ടുന്ന 6ാമത്തെ നക്ഷത്രമാണ് പൂരം നക്ഷത്രം. പൂരം നക്ഷത്രക്കാർക്ക് നല്ല രീതിയിലുള്ള ദൈവാധീനം, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറി നിൽക്കുന്നതാണ് ഈ ഒരു കർക്കിടക മാസം. അപ്പം ദിവസവും മഹാവിഷ്ണു സഹസ്രനാമം ദിവസവും ജപിക്കുക, അതുപോലെ ഹനുമാൻ ചാലിസയും ദിവസവും ജപിക്കുക. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ നല്ല ഒരു മാസമാണ്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നു. ധനപരമായിട്ട് വളരെ നല്ല സമയമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന പൂരം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങൾക്കൊക്കെ ശ്രമിക്കുന്നവർക്കും അതുപോലെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനൊക്കെ ശ്രമിക്കുന്ന അങ്ങനെയുള്ള പ്ലാനിംഗ് ഒക്കെ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കുന്നതാണ്. അപ്പം ഇത്രയും നക്ഷത്രക്കാർക്ക്, ഞാൻ ഈ പറഞ്ഞ 6 നക്ഷത്രക്കാർക്ക് ഹനുമാൻ സ്വാമിയുടെ കടാക്ഷം കിട്ടുന്നതാണ്. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ 3 നക്ഷത്രക്കാർക്ക് ആദിത്യപരമായിട്ടുള്ള കടാക്ഷവും കിട്ടുന്നതാണ്. അപ്പം ഈ കാര്യം കവടി പ്രശ്നത്തിൽ കണ്ട ഈ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. എന്റെ ചാനൽ MSV ഫോർ ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അതുപോലെ ഈ ഒരു കർക്കിടക മാസം പുണ്യമാസമാണ്, രാമായണ മാസമാണ്. കർക്കിടകം എന്ന് പറയുന്നത് കർക്കിടക രാശിയുടെ അധിപൻ ചന്ദ്രനാണ്. അപ്പം ചന്ദ്രൻ എന്ന് ഉദ്ദേശിക്കുന്ന ജ്യോതിഷപരമായിട്ട് ഇപ്പം വേദിക ആസ്ട്രോളജിയിൽ പാർവതി ദേവിയാണ് ചന്ദ്രൻ എന്ന ഒരു സങ്കല്പത്തിൽ നമ്മൾ കാണുന്നത്. അപ്പം ഇതൊരു ദേവി ചൈതന്യമുള്ള ഒരു മാസമായതുകൊണ്ട് തന്നെ ദേവി ക്ഷേത്ര ദർശനം കൂടി നടത്തുക. പ്രത്യേകിച്ച് കുടുംബദേവി ക്ഷേത്രം ദർശനം നടത്തുക, യഥാശക്തി വഴിപാടുകൾ സമർപ്പിക്കാം. അതുപോലെ തന്നെ ചുറ്റുവിളക്ക് തെളിയിക്കാവുന്നതാണ്. നിങ്ങൾക്ക് കുടുംബസമേതം ദർശനം നടത്തി ചുറ്റുവിളക്ക് തെളിയിക്കാം. കുടുംബത്ത് നല്ല രീതിയിലുള്ള ഒരു ശാന്തിയും സമാധാനവും ഐശ്വര്യവും നല്ല ഒരു സമ്പൽ സമൃദ്ധിയും നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമായിരിക്കും. അപ്പം നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ അറിയാൻ ഈ ഒരു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എൻ്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്താണ് അതുകൂടി മെൻഷൻ ചെയ്യുക. തീർച്ചയായിട്ടും എൻ്റെ പൂജാ പ്രാർത്ഥന നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. തികച്ചും സൗജന്യപരമാണ്. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു. നന്ദി, നമസ്കാരം.